കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ മലയാളി യുവാക്കളെ മധുക്കരയിൽ ആക്രമിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ. ഓരോ നിമിഷം കഴിയും തോറും പുതിയ പുതിയ കാര്യങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വരികയാണ്. ആ യുവാക്കൾ കഴിഞ്ഞ ദിവസം നമ്മളടുത്തൊക്കെ പ്രതികരിച്ചിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോൾ കുന്നത്തുനാട് പോലീസ് അവരോട് കാണിച്ച സമീപനത്തെക്കുറിച്ച് വലിയ വിമർശനമാണ് ഉയർന്നിരുന്നത്. എന്തായാലും ഈ പരാതിക്കാരോട് മോശമായി പെരുമാറി എന്ന ആരോപണത്തിൽ കുന്നത്തുനാട് പോലീസിനെതിരെ ഇപ്പോൾ അന്വേഷണം വരികയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആലുവ എസ്പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പ്രതികൾ വന്ന ഇന്നോവ കാറുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള നിർണായകമായ വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. രാഗിനാണ് നമ്മളോടൊപ്പം വിവരങ്ങൾ പങ്കുവെക്കാനുള്ളത്. രാഗിൻ, ഗുഡ് മോർണിംഗ്. നിർണായകമായ ഒരു പ്രശ്നമാണ്, ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ഒരു കാര്യം പോലീസിനടുത്ത് അറിയിക്കുമ്പോൾ അവർ കാണിക്കേണ്ട ഒരു സമീപനം ഇങ്ങനെ ആയിരുന്നില്ല. സ്വാഭാവികമായിട്ടും അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള അന്വേഷണം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അതിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. എങ്ങനെയാണ് പോലീസിനെതിരെ അന്വേഷണം നടത്താൻ തീരുമാനമായിട്ടുള്ളത്? ഈ 3 ഇന്നോവ കാറുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? ആരെങ്കിലും ഒക്കെ ഉടൻ തന്നെ അറസ്റ്റിലാവോ? ദേശീയപാതയിൽ മധുക്കരയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം അവിടെ പോലീസിൽ പരാതി നൽകുകയും മധുക്കര പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇവർ ഈ കേരളത്തിലെത്തുകയും കൊച്ചിയിലെത്തി കുന്നത്തുനാട് പോലീസിൽ എത്തി ഈ കാര്യങ്ങൾ പറയുക മാത്രമല്ല, ആ ദൃശ്യങ്ങൾ ഏറെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണത്. ആ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുന്നത്. പക്ഷേ അത് കൈമാറിയപ്പോൾ കൃത്യമായ രീതിയിൽ പ്രതികരിച്ചില്ല, അവരോട് കൃത്യമായി റെസ്പോണ്ട് ചെയ്തില്ല എന്നതാണ് പരാതി. അത് ഗൗരവമുള്ളതാണ്. കാരണം മറ്റൊരു സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നതെങ്കിലും അവിടെ കേസെടുത്തിട്ടുണ്ടെങ്കിലും ഈ ആളുകൾ ഇവിടെ വന്ന് സ്വന്തം സ്ഥലത്തെത്തി അവിടുത്തെ സ്റ്റേഷനിലെത്തി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ബോധിപ്പിച്ച് ഈ ദൃശ്യങ്ങളടക്കം കൊടുക്കുമ്പോഴും അത് വേണ്ട വിധം പരിഗണിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം അങ്ങനെ അത് പരിഗണിച്ചിരുന്നുവെങ്കിൽ SP തലത്തിലുള്ള ഇടപെടലിനും കൂടുതൽ ശക്തമായിട്ടുള്ള ഇടപെടലിനും ഒക്കെ സാധ്യതകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാനും ഒക്കെ കഴിയുമായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ടായില്ല എന്നതാണ് ആക്ഷേപം. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അവർ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞതിന് കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുന്നത്തുനാട് പോലീസിനെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. SP സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയോട് അന്വേഷിച്ച് 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഈ പരാതിക്കാർ അവിടെ എത്തുന്ന ഘട്ടത്തിൽ അവിടുത്തെ ഒരു SIയോടാണ് സംസാരിച്ചത്. അതിൻ്റെ അടക്കം CCTV സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ വീഴ്ച കണ്ടെത്തിയാൽ പോലീസിനെതിരെ, കുന്നത്തുനാട് പോലീസിനെതിരെ നടപടിക്കും സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അക്രമി സംഘമെത്തിയ 3 ഇന്നോവ കാറുകൾ അവിടുത്തെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല 4 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പേർ ഉണ്ട് എന്നാണ് പോലീസിന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 3 പേരെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെയും ഉടൻ അറസ്റ്റ് ചെയ്യും. എന്തായാലും അവിടെ ഈ സംഭവം ഉണ്ടായ സ്ഥലത്തും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അവിടുത്തെ പോലീസ് നടത്തുന്നുണ്ട്. അതോടൊപ്പം ഈ യുവാക്കളുടെ പരാതി വേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ല, അതിൽ വീഴ്ചയുണ്ടായി, ഈ ദൃശ്യങ്ങളടക്കം സ്വീകരിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന കുന്നത്തുനാട് പോലീസിനെതിരെയുള്ള ആക്ഷേപവും ഇപ്പോൾ പ്രഥമ പരിഗണനയിൽ തന്നെ ആലുവ റൂറൽ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.